ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് നമ്മുടെ ഗൈഡൻസ് മെസ്സേജ് എടുക്കാം ഇന്നത്തെ. ഓക്കെ, ഇന്ന് നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങളോട് എന്താ പറയുന്നത് നോക്കാം. സ്പിരിറ്റ് ഗൈഡ്സ്, നിങ്ങളുടെ ഏഞ്ചൽസ്, നിങ്ങളുടെ വിശ്വസിക്കുന്ന ആരായാലും ശരി, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഏത് ദൈവമായാലും ശരി, നിങ്ങളുടെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് യൂണിവേഴ്സ് എന്താ തരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സെവൻ ഓഫ് വാൻഡ്സ് ഉണ്ട്, ജസ്റ്റിസ്, നയൻ ഓഫ് കപ്സ്, കിങ് ഓഫ് കപ്സ് ആൻഡ് കിങ് ഓഫ് പെന്റക്കിൾസ് രണ്ടും ഉണ്ട്. ഓക്കെ, Four of Swords and Judgment. Oh, Justice and Judgment. Empress. Wheel of Fortune. And Four of Pentacles. ഓക്കെ, ഇവിടെ ആദ്യം തന്നെ യൂണിവേഴ്സ് പറയുന്നത്, ഐ തിങ്ക് ഇന്നലെയും 7 ഓഫ് വൺസ് ആണോ ആദ്യം വന്ന്, 7 ഓഫ് പെന്റക്കിൾസ് ഒക്കെ ആയിരുന്നു. ഓക്കെ, നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് അവനവന് വേണ്ടി നിങ്ങൾ സ്റ്റാൻഡ് എടുക്കാൻ തുടങ്ങുക എന്നാ പറയുന്നത്. അതായത് നിങ്ങൾ ഒരുപാട് മറ്റുള്ളവരിൽ നിന്ന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഫീൽ ചെയ്യുന്നുണ്ടാവാം, നിങ്ങളെല്ലാവരും അറ്റാക്ക് ചെയ്യുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. പക്ഷേ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിൽ ഉറച്ചു നിൽക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരല്പം ഫൈറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. നിങ്ങൾക്ക് ആഗ്രഹം അല്ലെങ്കിൽ ആഗ്രഹം എന്ന് മാത്രമല്ല, നിങ്ങളുടെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ആരുടെയെങ്കിലും മുമ്പിൽ ഒന്ന് പിടിച്ചു നിൽക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഗിവ് അപ്പ് ചെയ്യരുത്, നിങ്ങൾ പിടിച്ചു നിൽക്കണം. ലൈക്ക് അതിന് വേണ്ടി കുറച്ച് ഫൈറ്റ് ചെയ്യേണ്ടി വരും എന്ന രീതിയിലാണ്, എതിർത്ത് നിൽക്കേണ്ട ഒരു അവസ്ഥയായിരിക്കാം ചിലപ്പോൾ. പക്ഷെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ചെയ്യുന്നത് തെറ്റല്ല, നിങ്ങൾ കറക്റ്റ് തന്നെയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. കുറച്ചുകൂടി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളിൽ ഓക്കെ നിങ്ങൾ അവനവന് വേണ്ടി സ്റ്റാൻഡ് എടുത്ത് തുടങ്ങാം. ഓക്കെ, അവനവന് വേണ്ടി ഒന്ന് ഫൈറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഒരുപാട് മറ്റുള്ളവർ നിങ്ങളെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടൊക്കെ തോന്നുന്നുണ്ടാവാം, നിങ്ങളെ വീഴ്ത്താൻ ശ്രമിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടാവാം, നിങ്ങളെ തടയാൻ ശ്രമിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. പക്ഷെ നിങ്ങൾക്ക് ആക്ച്വലി പിടിച്ചു നിൽക്കേണ്ട ഒരു സമയമാണിത്. ഓക്കെ, ഗിവ് അപ്പ് ചെയ്യേണ്ട, നിങ്ങൾ വിട്ടുകൊടുക്കണ്ട എന്നാണ് പറയുന്നത്. മേ ബി നിങ്ങൾക്കൊരു ടയർഡ്നെസ് തോന്നുന്നുണ്ടാവാം, ദാറ്റ് ഇതൊക്കെ മടുത്തു എന്ന് തോന്നുന്നുണ്ടാവാം. ഓക്കെ, എപ്പോഴും ഇങ്ങനെ നമ്മൾ പറയില്ലേ, തടസ്സങ്ങൾ നേരിട്ടിട്ട് നമുക്ക് അവസാനം ഒരു മടുപ്പ് വരും. ഓക്കെ, നിങ്ങൾക്ക് ഗിവ് അപ്പ് ചെയ്യാൻ തോന്നുന്നുണ്ടാവാം. പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ജോലികൾ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, നിങ്ങൾക്ക് ഇനിയും പല കാര്യങ്ങളും ചെയ്യാനുണ്ട്, ഗിവ് അപ്പ് ചെയ്യരുത് എന്നാണ് പറയുന്നത്. ഇവിടെ ഞാൻ കാർഡ്സ് കണക്ഷൻ ആയിട്ടാണ് നമ്മൾ സംസാരിക്കുക. സോ ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങൾക്ക് ഇപ്പോഴും ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നിങ്ങൾ ഓൾറെഡി കുറേ ഐ തിങ്ക് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് പക്ഷേ അതിന് വേണ്ടിയിട്ട് തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. പല കാര്യങ്ങളും നിങ്ങളെ വഴിയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേയൊക്കെ നിങ്ങൾ ചെയ്തെടുത്തിട്ടുണ്ട്, പക്ഷെ എന്നാലും ഇനിയും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. സോ ഗിവ് അപ്പ് ചെയ്യേണ്ട, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കൂ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ശരിക്കും ഒരു വല്ലാതെ ടയേർഡ് ആവുന്ന ഒരു ഇതെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഒരു ചെറിയ റെസ്റ്റ് എടുക്കാം, ബ്രേക്ക് എടുക്കാം, പക്ഷെ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. ഒരിക്കലും നമ്മൾ ടോട്ടലി ഗിവ് അപ്പ് ചെയ്യാൻ പാടില്ല. ആൻഡ് നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ന്യായമായതാണ് എന്ന് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് കൺഫർമേഷൻ തരുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും നിങ്ങൾ തെറ്റാണ് ചെയ്യുന്നത് എന്ന് വിചാരിക്കേണ്ട. അത് ഏത് കാര്യത്തിലായാലും. ഓക്കെ, ഞാൻ ഇവിടെ ജനറലായിട്ട് മാത്രം സംസാരിക്കുന്നത്. സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ ഒരു കാര്യം, നിങ്ങൾ ആരോടെങ്കിലും ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നു, നിങ്ങൾ പല കാര്യങ്ങളും തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷനായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. അതിപ്പോൾ ഏത് കാര്യത്തിലാവാം, റിലേഷൻ ആവാം, ജോലി സ്ഥലത്താവാം, ഓക്കെ, ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം, ഓക്കെ, പല കാര്യത്തിലും ആയിരിക്കാം. ഈവൻ മക്കളുടെ മുമ്പിൽ, ഞാനത് ഇടയ്ക്ക് നമ്മളതൊക്കെ പറയാൻ വിട്ടുപോകും ചില കാര്യങ്ങൾ. ഈവൻ സ്വന്തം മക്കളുടെ മുമ്പിൽ, അങ്ങനെ എവിടെയായാലും ശരി, ഓക്കെ, ഏത് കാര്യത്തിലായാലും ശരി, നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുക എന്നാണ് പറയുന്നത്. ആൻഡ് ഇവിടെ ന്യായം ആക്ച്വലി 2 കാർഡും പറയുന്നത് മേജർ ആർക്കാനയാണ്. സോ യെസ്, നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു തെറ്റും ഇല്ല. ഓക്കെ, നിങ്ങൾ പക്ഷെ നന്നായിട്ടൊന്ന് ചിന്തിച്ച് നോക്കണം, എന്നിട്ട് നിങ്ങൾ ചെയ്യുന്നത് കറക്റ്റാണ് നിങ്ങളുടെ മനസ്സിൽ. ഓക്കെ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നിട്ട് യെസ് ഞാൻ ചെയ്യുന്നത് തെറ്റില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ
മുന്നോട്ട് പോകും ധൈര്യത്തിൽ. ഓക്കെ, ആക്ച്വലി ജസ്റ്റിസും ജഡ്ജ്മെൻറ്റും രണ്ടും ഉണ്ട്. സോ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നൊരു കാര്യമാണ്. യൂണിവേഴ്സ് നിങ്ങളെ ലൈക്ക് പറയുന്നുണ്ട് ദറ്റ് യെസ്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റാണ്. സോ ഡോണ്ട് വറി. ഓക്കെ, ന്യായം നിങ്ങളുടെ ഭാഗത്ത് വരും, നിങ്ങൾക്ക് കിട്ടും എന്നാണ്. ഓക്കെ, അതിന് വേണ്ടി പക്ഷേ യെസ് കുറച്ചൊന്ന് ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. നിങ്ങൾ ഒരല്പം സ്ട്രഗിൾ ഫീൽ ചെയ്യുന്നുണ്ടാവാം. പക്ഷേ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലത് വരും എന്നാണ് പറയുന്നത്. ഓക്കെ, ആ ന്യായം നിങ്ങളുടെ ഭാഗത്ത് തന്നെ വരും. കുറച്ച് പേർക്ക് ഈവൻ ലീഗൽ മാറ്റേഴ്സൊക്കെ ആണെങ്കിൽ യൂണിവേഴ്സ് ആക്ച്വലി നിങ്ങളുടെ എതിരെ കേസാണെങ്കിൽ പോലും, നിങ്ങളുടെ എതിരെ ഒരുപാട് പേരുണ്ടെങ്കിൽ പോലും ഓക്കെ നിങ്ങൾ ജയിക്കും. അത് കുറച്ച് പേർക്ക് റെസനേറ്റ് ആവാം, എല്ലാവർക്കും ഇല്ലല്ലോ. ഓക്കെ, സോ ആർക്കെങ്കിലും കേസ് കാര്യങ്ങൾ അങ്ങനത്തെ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് തന്നെ ന്യായമായ വിധി വരും എന്നാണ്. കാരണം ചില സമയത്ത് നമ്മളിത് ഫേസ് ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ചില കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് അത് ഫേസ് ചെയ്യേണ്ടി വരുന്നത്, നമ്മൾ സ്ട്രഗിൾസ് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. പക്ഷേ യൂണിവേഴ്സായിട്ട് ജഡ്ജ്മെൻറ്റ് ചെയ്യും. ഓക്കെ, നിങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ട് എന്നാണ് നിങ്ങൾക്ക് തന്നെ ഒരു വിക്ടറി കിട്ടും എന്നും പറയാം. ഓക്കെ, ന്യായം നിങ്ങളുടെ ഭാഗത്തേക്ക് വരും തീർച്ചയായിട്ടും. ഇവിടെ നിങ്ങൾക്ക് ആക്ച്വലി അതിനുശേഷം ഐ തിങ്ക് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ആഗ്രഹിച്ചെല്ലാം നേടാൻ സാധിക്കുമെന്ന രീതിയിലാണ്. ഓക്കെ, നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെൻറ്റ് നടക്കുന്നതായിട്ട് നിങ്ങൾ എന്താണോ വേണ്ടത് അതിലേക്ക് നിങ്ങൾക്ക് എത്തും. അതായത് ഒരു സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിരിക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി ചെയ്യാനായിരിക്കാം, ജോലിയിൽ പ്രൊമോഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ ഫാമിലിയിൽ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, എന്തെങ്കിലും വാങ്ങുന്ന കാര്യങ്ങളായിരിക്കാം, വീട്ടിൽ വീട് വാങ്ങുക, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും നല്ല നല്ല കാര്യങ്ങൾ, ജോലി സ്ഥലത്ത് നല്ല പ്രൊമോഷൻ, നല്ലൊരു സ്ഥാനം, വട്ടെവർ എല്ലാ തരത്തിലും നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പ് ആയാലും ശരി. ഓക്കെ, റിലേഷൻഷിപ്പ്, മാരേജ്, നല്ലൊരു ബന്ധം, എന്ത് തന്നെയായാലും ഓക്കെ, വട്ട് എവർ ഈസ് യുവർ വിഷ്, എന്ത് തന്നെ നിങ്ങളുടെ ആഗ്രഹമായാലും അത് നടക്കും. ഓക്കെ, അത് ന്യായമായ ആഗ്രഹം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നടക്കും എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളൊരു എംപ്രസിൻ്റെ ലെവലിലേക്ക് എത്തുന്നതായിട്ടാണ്. എംപ്രസ് എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ അബൻഡൻ്റ് ആയ ഒരു ലേഡി എന്ന് പറയും. അതിപ്പോൾ ലേഡി മാത്രമല്ല ജെൻസ് ആയാലും ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ തന്നെ നിങ്ങൾക്ക് വളരെയധികം നല്ലൊരു പ്രോസ്പെരിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പണം വൈസ് മാത്രമല്ല, ആക്ച്വലി ഇതിൽ എനിക്ക് കൂടുതലും കാണുന്നത് ഇത് ആക്ച്വലി എല്ലാമാണ് ലക്ഷറി. നമ്മൾ നല്ല ലൈഫ് ജീവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഇപ്പോൾ എന്താ പറയുക കോടിപതി ആവുമൊന്നുമില്ല, പക്ഷെ എന്നാലും നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും തരുന്ന തരത്തിൽ നിങ്ങളുടെ മനസ്സിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന തരത്തിൽ നിങ്ങൾക്ക് പലതും നേടും എന്നാണ്. ആൻഡ് മനസ്സിൻ്റെ സാറ്റിസ്ഫാക്ഷനാണ് മെയിനായിട്ട്, അതാണ് ഞാൻ പറയാൻ വന്നത്. ഓക്കെ, നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ സന്തോഷിക്കും. ഓക്കെ, നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് റിലാക്സ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും ഓക്കെ ശരി, ഇനി എനിക്കൊന്ന് അല്പം റിലാക്സ് ചെയ്യാം, ഇനി എനിക്ക് നല്ല കുറച്ച് അച്ചീവ്മെൻറ്റ്സ് വരാൻ തുടങ്ങി എന്ന രീതിക്ക് നിങ്ങൾ ഫീൽ ചെയ്യും. ഓക്കെ, അതേത് കാര്യത്തിലായാലും ശരി, ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്, ബിസിനസ് ഉണ്ട്, അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകും. കരിയറിലാണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ ഗ്രോത്ത്, പ്രൊമോഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈവൻ ഫാമിലിയിൽ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഒരു സമാധാനവും സന്തോഷമൊക്കെ നിങ്ങൾ ഫീൽ ചെയ്യും. ഓക്കെ, ഇവിടെ കുറച്ച് പേർക്ക് കിങ് 2 വന്നിട്ടുണ്ട്. സോ ഇത് മേ ബി നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും വ്യക്തികളെ കാണിക്കുന്നതായിരിക്കാം, നിങ്ങൾക്ക് നല്ല സപ്പോർട്ട് തരുന്ന വ്യക്തികളായിരിക്കാം. ഒന്ന് നിങ്ങളായിരിക്കാം, ഒന്ന് വേറെ ആരെങ്കിലും ആയിരിക്കാം. ഓക്കെ, സോ ഇവിടെ ഞാൻ ജസ്റ്റ് എനർജിയെ കുറിച്ച് പറയാമെന്ന്. ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളിലൊക്കെ നിങ്ങളുടെ നല്ലൊരു ഫ്രണ്ടായിട്ടോ സപ്പോർട്ടറായിട്ടോ ഒക്കെ ആരെങ്കിലും ഒക്കെ കാണാം. ജെൻസ് ആവണമെന്നും നിർബന്ധമൊന്നുമില്ല, 2 വ്യക്തികൾ ആയിരിക്കാം, ഒരാളായിരിക്കാം, 2 ആളായിരിക്കാം. സോ നിങ്ങളുടെ ലൈഫിൽ ഓക്കെ നിങ്ങൾക്ക് ഐ തിങ്ക് ഇത് രണ്ടും ആക്ച്വലി ഇത് നിങ്ങളെ തന്നെ പറയാം എനിക്ക്. കാരണം നിങ്ങളുടെ തന്നെ നിങ്ങൾ ഇമോഷണലി സന്തോഷം ഉണ്ടാവും, നിങ്ങൾക്ക് ഫൈനാൻഷ്യലിയും നിങ്ങൾ വളരെ അബൻഡൻ്റ് ആവും, രണ്ടും എനിക്ക് കാണുന്നുണ്ട്. സോ നിങ്ങൾക്ക് അത് രണ്ടും അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്ന രീതിയിൽ. അതാണ് ഇപ്പോൾ എംപ്രസ് ഓൾറെഡി ഞാൻ പറഞ്ഞു. സോ അതേ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതായത് നിങ്ങൾ ഇമോഷൻസും ഉണ്ടാവും നിങ്ങളുടെ ഉള്ളിൽ. ഓക്കെ, ഇമോഷണലി നിങ്ങൾ സന്തോഷം ഉണ്ടാവും, അതിൻ്റെ ഒപ്പം നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് കൂടി കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. സോ പ്രാക്ടിക്കലായിട്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങൾക്ക് ലൈഫിൽ വേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ വീട്ടിലെ ഫാമിലിക്ക് വേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ പണത്തിൻ്റെ കാര്യങ്ങൾ, ഫൈനാൻസിൽ, കരിയറിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ടും കരിയറിൽ നിങ്ങൾക്ക് ഗ്രോത്ത് വരുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. ഇമോഷണലി കൂടി നിങ്ങൾ മെച്യൂർഡ് ആവുന്നതായിട്ട്, അതായത് കുറച്ചുകൂടി ഇമോഷൻസ് ഉണ്ടാവും, ഫീലിങ്സ് ഉണ്ടാവും, പക്ഷേ നിങ്ങളതിനെ കൺട്രോൾ ചെയ്യാൻ കൂടി പഠിക്കും. ഓക്കെ, അതായത് ഓവറായിട്ട് ഇമോഷണലായി പോവാതെ പ്രാക്ടിക്കലായിട്ട് കൂടി ചിന്തിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്ന തരത്തിൽ. അതിനിവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ഇത് എവിടെയോ നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ ഒരു കാർമിക് ഫേസ് ഉണ്ടാവുന്നതായിരിക്കും. ഓക്കെ, ചില കാര്യം അത് ഞാൻ പറഞ്ഞ ഒരു ലെസൻ്റെ കാര്യം പറഞ്ഞു, അങ്ങനെ എടുത്താൽ മതി. നിങ്ങളുടെ ലൈഫിൽ ഒരു ലെസൺ കംപ്ലീറ്റ് ആവുന്ന പോലെയാണ് ഇത്. ഞാൻ ഓവറോൾ എനർജി നമ്മൾ ഇനി അടുത്ത 15 ദിവസം എന്ന് എടുത്തോളൂ വേണമെങ്കിൽ. ഓക്കെ, കാരണം ഒരു ദിവസത്തെ അല്ല. സോ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ ചില കർമ്മ നിങ്ങൾക്ക് ഉണ്ടാവും. ആ എൻഡിങ് നിങ്ങൾക്ക് നല്ലത് കൊണ്ടുവരും, നിങ്ങൾക്ക് നല്ല ലക്ക് നിങ്ങളുടെ ഭാഗത്തേക്ക് കൊണ്ടുവരും എന്ന് പറയാം. ഓക്കെ, നിങ്ങൾക്ക് അബൻഡൻസ്, ലക്ക് എല്ലാം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവും. ഇവിടെ ഒരു അഡ്വൈസ് ആയിട്ട് എടുക്കാം നമുക്ക്. ഓക്കെ, ഒരു അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് പറയുന്നത് ഇനി മുന്നോട്ട് പോകുമ്പോൾ ഓക്കെ ബി കെയർഫുൾ എന്ന രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒന്ന്, നിങ്ങളുടെ ഫൈനാൻസിനെ കെയർഫുൾ ആവുക.
നിങ്ങൾ അവനവന് വേണ്ടത് നിങ്ങൾ സേവ് ചെയ്തെടുത്ത് വെക്കുക. എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. പിന്നെ കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇമോഷൻസ് അതിവിടെ ഓൾറെഡി വന്നു, നമുക്ക് നല്ലൊരിക്കൽ കൂടി നിങ്ങൾ എപ്പോഴും മറ്റുള്ളവർക്ക് ഒരുപാട് ഓവറായിട്ട് ഗിവ് ചെയ്യാതിരിക്കുക. ഓവർ ഗിവിങ് അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഓവർ ഡിപ്പെൻഡൻ്റ് ആയി പോകാൻ മറ്റുള്ളവരിൽ, അങ്ങനെയൊന്നും ചെയ്യാതെ നിങ്ങൾ സെൽഫ് സഫീഷ്യൻ്റ് ആവാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ അവനവൻ്റെ കാര്യം നോക്കിയിട്ട് നിങ്ങൾ കുറച്ചുകൂടി കെയർഫുൾ ആവാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് പക്ഷേ പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് ഒരുപാട്. ഓക്കെ, ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. ചിലപ്പോൾ കരിയറിന് വേണ്ടിയിട്ടായിരിക്കാം, ട്രാവലിംഗ് വേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട് കുറച്ച് പേർക്ക്. ആക്ച്വലി പഴയ ലോസിനെ കുറിച്ചൊക്കെ ഓർക്കൽ നിർത്താം. ഓക്കെ, നഷ്ടപ്പെട്ട കാര്യങ്ങൾ മനസ്സിൽ കിടക്കും, ശരിയാണ്. പക്ഷെ അതിനെ മനസ്സിൽ നിന്ന് വിട്ടുകളയുക. കാരണം നമുക്ക് നഷ്ടപ്പെട്ടത് ചിലത് നഷ്ടപ്പെടും, പക്ഷെ ചിലത് നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഡോണ്ട് വറി. നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലത് ബ്ലെസ്സിങ് ആയിട്ട് തന്നെ വരുന്നുണ്ട് എന്നാണ് കാണുന്നത്. കുറച്ച് പേർക്ക് ട്രാവലിംഗ് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോകാൻ, സ്ഥലം മാറ്റം ചിലപ്പോൾ വരാം, അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി ട്രാവൽ വരാം. ഇതൊരു സമാധാനം, പീസ് എന്ന രീതി കൂടിയാണ് നിങ്ങൾ മുന്നോട്ട്. അതായത് ഇതിലെങ്ങനെ പറയാമെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് സ്ട്രഗിൾസ് ഫേസ് ചെയ്യുക. ഓക്കെ, സ്ട്രഗിൾസ് ഫേസ് ചെയ്ത് പക്ഷേ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് സമാധാനവും ഒരു ശതും വരും എന്നാണ് പറയുക. സോ ആ രീതിക്ക് ഇവിടെ നമ്മൾ ഓൾറെഡി തുടങ്ങിയത് അങ്ങനെയാണ് അല്ലേ, പക്ഷെ അവസാനം എത്തുന്നത് നിങ്ങൾക്ക് സമാധാനം, പീസ് എന്ന രീതിക്കാണ്. പക്ഷെ നിങ്ങൾ കുറച്ചുകൂടി അവനവനെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഈ പഠിച്ച പാഠങ്ങൾ നിങ്ങൾ മറക്കാൻ പാടില്ല. ഓക്കെ, പുതിയ ബിഗിനിങ്സ് 2 കാർഡ് എനിക്ക് പുതിയ ബിഗിനിങ്സിൻ്റെ കാണുന്നുണ്ട്. ഓക്കെ, പല കാര്യങ്ങളും നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ച് നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് തുടങ്ങാനോ സ്റ്റാർട്ട് ചെയ്യാനോ ഒക്കെ ഉള്ള സാധ്യതകളുണ്ട്. കുറച്ച് പേർക്ക് അഗൈൻ ഞാൻ പറഞ്ഞ പോലെ എവിടെയെങ്കിലും യാത്ര, ട്രാവൽ അല്ലെങ്കിൽ സ്ഥലം മാറ്റം എന്ന രീതിക്കൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, മെയിനായിട്ട് എനിക്കിവിടെ വളരെ സ്ട്രോങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് നിങ്ങൾ അവനവന് വേണ്ടി ഫൈറ്റ് ചെയ്യുക. ഓക്കെ, അത് നിങ്ങൾ ചെയ്യുന്നത് ന്യായമായ കാര്യത്തിന് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അബണ്ടൻസ് കിട്ടും എന്നാണ്. ഇവിടെ ഐ തിങ്ക് നിങ്ങൾ തന്നെ ഒരു ബാലൻസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളിൽ മാറ്റങ്ങൾ വരുവാണ്. എല്ലാം ഞാൻ പറഞ്ഞില്ലേ, നമ്മളോരോ പാഠങ്ങൾ പഠിച്ച് നമ്മൾ മുന്നോട്ട് നമ്മളെ തന്നെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം. ഓക്കെ, കുറച്ച് അഡ്വൈസ് കാർഡ്സ് ഇവിടെ എടുത്തേക്കാം. ഓക്കെ, അഫർമേഷൻ ഫോർ അക്സെപ്റ്റൻസ്, ഫെയ്റ്റ്, വിധി, വീൽ ഓഫ് ഫോർച്യൂൺ, നമ്മുടെ വിധി ഞാൻ പറഞ്ഞു. ഓക്കെ, വെരി സൺ ആൻഡ് സ്റ്റാർസ്, വെരി ഗുഡ്. കണക്ട് വിത്ത് ഗായ, ഓക്കെ, മദർ എർത്ത്, ഹൈബർനേഷൻ. നോക്കൂ, ഹൈബർനേഷൻ ആൻഡ് റീജനറേഷൻ. ഓക്കെ, വാവ്, സെയിം കാർഡ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. വെരി നൈസ്, മേക്ക് എ മൂവ്. ഓക്കെ, ഊപ്സ്, എത്ര കാർഡ്സ് സിമിലർ വന്നിരിക്കുന്നത് നോക്കൂ, എത്ര കാർഡ്സാണ് സിമിലർ. 3-4 കാർഡ് സെയിം നമുക്ക് ടാരോയിൽ വന്നതിന് ഇവിടെ വന്നു വീണ്ടും. ഓക്കെ, ഒന്ന് ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർക്കുക, ഞാൻ പറയാം, ലാസ്റ്റ് പറയാം. ഒന്ന് ഇവിടെ നിങ്ങൾ ഐ തിങ്ക് ഒരല്പം നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റിലായിരിക്കാം. മേ ബി നിങ്ങളിപ്പോൾ ഒന്നും ചെയ്യാൻ എഫേർട്ട് ഇടുന്നുണ്ടാവില്ല. പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് ഇത് ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ബ്രേക്ക് എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ഓക്കെ, അത് വീണ്ടും നിങ്ങൾ ശ്രമിക്കാനുള്ള ഒരു നമ്മൾ ശക്തി സംഭരിക്കുക എന്ന് പറയില്ലേ, ആ സമയമായിട്ട് മാത്രം എടുത്താൽ മതി, അല്ലാതെ ഗിവ് അപ്പ് ചെയ്യലല്ല. ഓക്കെ, ഹൈബർനേഷൻ ആൻഡ് റീജനറേഷൻ ആണ്. ഹൈബർനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ആ വിൻ്ററൊക്കെ ആകുമ്പോൾ ചില അനിമൽസ് ഇങ്ങനെ ഹൈബർനേഷനിൽ പോകുന്നു അറിയുമല്ലോ, അങ്ങനെ കിടന്നുറങ്ങുക അല്ലേ, കിടന്നുറങ്ങുക, റെസ്റ്റ് എടുക്കുക, അത് കഴിഞ്ഞ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക എന്നാണ്. ഓക്കെ, സോ ഇപ്പോൾ ഈ ഒരു ഫേസ് നിങ്ങൾ അതാണ് ഇപ്പോൾ ഐ തിങ്ക് മേ ബി നിങ്ങൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കാം, എന്നിട്ട് ഇപ്പോൾ ഒന്നും ശ്രമിക്കാൻ വയ്യ എന്ന് ചിന്തിക്കുന്നുണ്ടാവാം. പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് ഗിവ് അപ്പ് ചെയ്യരുത്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കൂ എന്നാണ്. ആൻഡ് മേക്ക് എ മൂവ് ഉണ്ട്. ഞാൻ നേരത്തെ ഏസ് ഓഫ് സോഡ്സിൻ്റെ ഞാൻ പറഞ്ഞിരുന്നു. സോ എന്തോ നിങ്ങളൊരു ആക്ഷൻ എടുക്കാനുണ്ട് എന്നാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിന് നിങ്ങൾ ആക്ഷൻസ് എടുക്കാൻ തുടങ്ങൂ. അത് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കൊണ്ടുവരും. ആൻഡ് ഇവിടെ കണക്ട് വിത്ത് മദർ ഗായ എന്ന് പറയുന്നുണ്ട്. കണക്ട് വിത്ത് ഗായ എന്ന് പറയുമ്പോൾ നമ്മുടെ മദർ നേച്ചർ എന്നാണ്. നിങ്ങൾ കുറച്ചുകൂടി നേച്ചറിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുക, അത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മളെ ഗ്രൗണ്ട് ചെയ്യുക എന്ന് പറയും. ഓക്കെ, നമ്മുടെ എനർജിയെ ഗ്രൗണ്ട് ചെയ്യുക എന്ന് പറയും. സോ ആ രീതിക്ക് നിങ്ങൾ കുറച്ചുകൂടി മദർ നേച്ചർ, അതായത് നേച്ചറിൽ ടൈം സ്പെൻഡ് ചെയ്യുക. എവിടെയെങ്കിലും പാർക്കിൽ പോവുക, അല്ലെങ്കിൽ നിങ്ങളുടെ ജസ്റ്റ് ഗാർഡൻ ആയാലും ശരി, പുറത്തായാലും ശരി, കുറച്ച് സമയമൊക്കെ പുറത്ത് സ്പെൻഡ് ചെയ്യുക, മരങ്ങളുടെ ചെടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യുക, ഏതെങ്കിലും പുഴയുടെ സൈഡിൽ അങ്ങനെയൊക്കെ പോയിട്ട് കുറച്ച് ഇരിക്കാൻ ശ്രമിക്കുക. സോ അതൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങൾ റിലാക്സ് ചെയ്യാനും നിങ്ങളെ തന്നെ ഒന്ന് ഗ്രൗണ്ട് ചെയ്യാൻ നിങ്ങൾക്കത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ചെരുപ്പിടാതെയൊക്കെ നടക്കുക എന്ന് പറയില്ലേ നമ്മൾ, സോ അതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. രാവിലെ എഴുന്നേറ്റ് കുറച്ച് ചെരുപ്പിടാതെ നടക്കുക, പുറത്ത് പുല്ലോ അതിലൊക്കെ ഈവൻ മണ്ണിലായാലും കുറച്ചൊക്കെ നമ്മൾ പണ്ടൊക്കെ ചെയ്തിരുന്നതാണ് അല്ലേ. ഇപ്പോൾ ഒക്കെ എല്ലാവരും കുറച്ച് മടിക്കാൻ തുടങ്ങി, ബട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ
അഫർമേഷൻ ഫോർ അക്സെപ്റ്റൻസ് എന്നാണ് പറയുന്നത്. സി എന്താണോ വിധി അത് നടക്കട്ടെ എന്ന് നിങ്ങൾ വിട്ടുകൊടുക്കൂ. ഓക്കെ, സറണ്ടറിങ്, അതാണ് നമ്മൾ യൂണിവേഴ്സിന് സറണ്ടർ ചെയ്യുക. അക്സെപ്റ്റൻസ് എന്നാണ് പറയുന്നത്. എന്താണോ വരുന്നത് അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന രീതിയിൽ. ബുദ്ധിമുട്ടായാലും ശരി, സന്തോഷമായാലും ശരി, സങ്കടങ്ങളായാലും ശരി, സന്തോഷമായാലും ശരി, രണ്ടും ഞാൻ സ്വീകരിക്കുന്നു. ബിക്കോസ് എന്താ, ആ സങ്കടങ്ങൾ വരുന്നത് നമുക്ക് എന്തെങ്കിലും പഠിപ്പിക്കാനായിരിക്കും, നമ്മുടെ സന്തോഷങ്ങളിലേക്ക് എത്തുകയും ചെയ്യും നമ്മൾ. സോ അത് മനസ്സിലാക്കുക. അതിൽ നമ്മൾ എന്തെങ്കിലും ഇവിടെ ഇപ്പോൾ കണ്ടില്ല, പഠിക്കുകയാണ്, ലെസൺ പഠിക്കുകയാണ്. ഞാനത് നേരത്തെ പറഞ്ഞു, നിങ്ങൾ എന്തോ പഠിച്ച് തീരുന്നുണ്ട്. ഓക്കെ, നമ്മൾ പക്ഷെ അത് എങ്ങനെയാണ് പഠിച്ച് തീരാന്ന് വെച്ചാൽ നമ്മൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് യെസ് ശരിയാണ്, ഇന്ന കാര്യങ്ങൾ തെറ്റായിട്ടാണ് ഞാൻ ചെയ്യുന്നത്, ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത് ശരിയല്ല, ഇതിനെ ഞാൻ മാറ്റണം എന്ന് തീരുമാനിക്കുമ്പോൾ ആ പഠിപ്പ് അതിനെയാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് നല്ലതല്ല, ചിലത് നല്ലതാണ് എന്നൊക്കെ നമ്മൾ തിരിച്ചറിയില്ലേ. സോ ആ ഒരു ലെസൺ നിങ്ങൾ പഠിക്കണം, അതിനെ അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, യെസ് ശരിയാണ്, ഇതിങ്ങനെയാണ്, അത് സംഭവിച്ചത് എന്തിനായാലും ശരി, അതെനിക്ക് നല്ല ഇനാണ് എന്ന് മനസ്സിലാക്കാം. എൻ്റെ ഇവിടെ സൺ ആൻഡ് സ്റ്റാർസ് കാണുന്നുണ്ട്. സോ യെസ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു വേൾഡ് തന്നെ തുറന്ന് കിടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങളൊരു സൺ പോലെ ഷൈൻ ചെയ്യും എന്ന് പറയാം. ആൻഡ് സ്റ്റാർസ് നിങ്ങളെ മുമ്പിലെല്ലാം തുറന്ന് കിടക്കുകയാണ്. നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നെ തുറന്ന് കിടക്കുന്നുണ്ട് എന്ന് പറയാം. നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും പലതും. ഓക്കെ, നിങ്ങൾക്ക് സന്തോഷങ്ങൾ വരുന്നതായിട്ട്. ഹാപ്പിനെസ്, സൺ എന്ന് പറയുമ്പോൾ ഹാപ്പിനെസ് ആണ്, സന്തോഷമാണ്, പോസിറ്റിവിറ്റിയാണ്. ഓക്കെ, പോസിറ്റീവായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവാം. ആൻഡ് സ്റ്റാർസ് എന്ന് പറയുമ്പോൾ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ സ്റ്റാർസ് ഉണ്ട് എന്നാണ്. നക്ഷത്രങ്ങളുണ്ട്, നിങ്ങളെ ഇരുട്ടിലും നിങ്ങളെ ഗൈഡ് ചെയ്യാൻ നക്ഷത്രങ്ങളുണ്ട്. നിങ്ങൾ ചിലപ്പോൾ സ്റ്റാർ പോലെ ഷൈൻ ചെയ്യുമായിരിക്കും, പറയാൻ പറ്റില്ല, അങ്ങനെയും ഉണ്ടാവും. ഓക്കെ, കുറച്ച് പേർക്ക് ആക്ച്വലി എംപ്രസ് ഒക്കെ പറയുമ്പോൾ യെസ്, വളരെ നമ്മളൊരു നല്ലൊരു അച്ചീവ്മെൻറ്റിൻ്റെ കാര്യമൊക്കെയാണ് പറയുക, റെക്കഗ്നൈസ് ചെയ്യപ്പെടുക എന്നൊക്കെ പറയാം. സോ മേ ബി നിങ്ങൾക്ക് അങ്ങനെ വല്ലതൊക്കെ വരുന്നതായിരിക്കും. ആൻഡ് ഇവിടെ ഓക്കെ, ഒരു കാര്യം മറക്കരുത് എപ്പോഴും, ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് താങ്ക്സ്. ഓക്കെ, നമ്മുടെ കയ്യിൽ ഇപ്പം എന്തുണ്ടോ അതിന് നമ്മൾ എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, എന്ത് തന്നെ, ഞാൻ വിഷമങ്ങൾക്ക് പോലും നന്ദി പറയുക എന്നാണ് പറയുക. ബിക്കോസ് വിഷമങ്ങൾ വരുന്നതും ഞാൻ പറഞ്ഞു നിങ്ങളെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ്. സോ അതിനും നിങ്ങൾ നന്ദി പറയുക. എന്ത് തന്നെ വന്നാലും ഓക്കെ, കുഴപ്പമില്ല, പോട്ടെ, എനിക്കിത് കടന്നു കിട്ടിയാൽ മതി. ഇത് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെയാണ്. എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് അത് വേണം, ഇത് വേണം, എനിക്ക് അങ്ങനെ കിട്ടണം, ഇത് അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. ഓക്കെ, യൂണിവേഴ്സിനോട് പറയേണ്ടത് എനിക്കെന്താണോ നല്ലത് അത് നീ തരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്, എനിക്ക് നീ അതേ തരുള്ളൂ എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. സോ എന്താണോ വരുന്നത് അത് ഞാൻ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് അതിലിപ്പോൾ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുക, എൻ്റെ ഒപ്പം നടക്കുക, എന്നെ അതിൽ നിന്ന് കടന്നു കിട്ടാൻ എൻ്റെ ഒപ്പം നടക്കുക എന്ന് വേണം പ്രാർത്ഥിക്കാൻ. ഓക്കെ, ആൻഡ് എനിക്ക് എന്താണോ നല്ലത് അതിലേക്ക് നീ എന്നെ എത്തിക്കുമെന്ന് എനിക്കറിയാം. അത് എത്ര ചെറുതായാലും ശരി, എന്തായാലും ശരി, എനിക്ക് വിരോധമില്ല. ഞാൻ അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് അതിൽ സന്തോഷമാണ്. എനിക്ക് തരുന്ന എൻ്റെ എന്ത് തന്നെ എനിക്ക് കിട്ടിയാലും അതിലെനിക്ക് സന്തോഷമാണ്. താങ്ക്സ് എന്ന് പറയാൻ പഠിക്കുക. ഓക്കെ, നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ കൊണ്ട് നടക്കുമ്പോഴാണ് നമുക്ക് എപ്പോഴും പ്രശ്നങ്ങളും കാര്യങ്ങളും വരുന്നത്. കുറേയൊക്കെ യൂണിവേഴ്സ് നമുക്ക് നല്ലതേ തരുള്ളൂ എന്ന് മനസ്സിലാക്കുക എപ്പോഴും. ഓക്കെ, എനിവേ, സോ ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാം. നിങ്ങൾക്ക് നല്ലത് വരുന്നുണ്ട്, ബ്ലെസ്സിങ്സ് ഉണ്ട് ഒരുപാട്. പക്ഷെ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരണം. ഓക്കെ, ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യൂ. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.